السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه الفائزين برضا الله. يا عباد الله اتقوا الله. وأن عائشة رضي الله عنها قالت قال رسول الله صلى الله عليه وسلم الذي يقرأ القرآن وهو ماهر به مع السفرة الكرام البررة والذي يقرأ القرآن ويتتأتع فيه وهو عليه شاق له أجران متفق عليه. സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഒരുപോലെ ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. പരിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. ഖുർആൻ ഓതുന്ന രണ്ട് തരം ആളുകളെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിലൂടെ പഠിപ്പിക്കുന്നത്. ഒന്ന്, ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്നും ഇമാം ബുഖാരിയും മുസ്ലിമും സംയുക്തമായി റിപ്പോർട്ട് ചെയ്ത മുത്തഫഖുൻ അലൈഹിയായ ഹദീസിൽ അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി പറഞ്ഞുകൊണ്ട് ഉദ്ധരിക്കുന്നത് ഇങ്ങനെയാണ്: അല്ലദീ യഖറഉൽ ഖുർആൻ, ഖുർആൻ പാരായണം ചെയ്യുന്നവൻ, വഹുവ മാഹിറുൻ, അവൻ അതിൽ മാഹിറാണ്. മാഹിർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹിഫ്ള് ഉള്ള, ഹാഫിളായ ഒരാൾ. ഹാഫിളായാൽ മാത്രം പോരാ, അയാൾ ഖാരിയുമായിരിക്കും. അങ്ങനെ ഖാരിയും ഹാഫിളുമായ ആളുകൾ അതിൻ്റെ തജ്വീദിയായ നിയമങ്ങൾ പഠിച്ച് അതിൻ്റെ വശ്യസുന്ദരമായ രൂപത്തിൽ ഓതുന്ന ആളുകൾ, അയാൾക്ക് നിഷ്പ്രയാസം ഓതാൻ കഴിയും. അഗാധമായ പാണ്ഡിത്യമുണ്ടെങ്കിൽ അതിനനുസരിച്ച് അയാൾക്ക് അതിലേക്ക് ഊളിയിട്ടിറങ്ങാനും പറ്റും. നമ്മളൊക്കെ ജനിച്ച് ജീവിച്ച് ഇതുവരെ ഖുർആൻ ഓതിയ ആൾക്കാരാണ്. 5ാം ക്ലാസ് മദ്രസ മുതൽ ഏകദേശം നന്നായിട്ട് ഫ്ലുവൻ്റ് ആയിട്ട് ഓതാൻ കഴിയും. എല്ലാവരും ഓതുന്ന പോലെ സുലൈസിനെ പോലെയോ ഹാമിദിയെ പോലെയോ ഒക്കെ ആവണമെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ നടന്നില്ല എന്ന് വരും. അത്രേ ഉള്ളൂ. പക്ഷെ എന്നാലും ഓതാം. ആ ഓത്ത് നമ്മൾ ഓതിയിട്ട് ഇതുവരെ ഒരു തുള്ളി കണ്ണീര് പൊടിയേ അല്ലെങ്കിൽ ഒരു വേള തേങ്ങുകയോ കരയുകയോ ചെയ്യാൻ നമുക്ക് കഴിയാത്തതുകൊണ്ടാണ്. നമ്മളതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലാത്തതുകൊണ്ട്, ആശയം മനസ്സിലാകാത്തതുകൊണ്ട്, അർത്ഥം തിരിയാത്തതുകൊണ്ടാണ്. വിദേശ രാജ്യങ്ങളിലൊക്കെ ഉള്ള പണ്ഡിതന്മാർ ഓതുമ്പോൾ അങ്ങനെ സംഭവിക്കുമ്പോൾ നമുക്ക് തോന്നാറ് എന്തുകൊണ്ട് ആ ഖുർആൻ തന്നെ നമ്മുടെ കയ്യിലുള്ളത് അതേ മഖ്റജും അതേ അറബ് ഭാഷയും ഉപയോഗപ്പെടുത്തിയാണ്. പക്ഷേ ഇതാണ് ആ വ്യത്യാസം. ഒരാൾക്കത് നിഷ്പ്രയാസം ഓതാൻ കഴിയുന്നതോടുകൂടി തന്നെ അതിൻ്റെ അഗാധതയിലേക്ക് ഊളിയിട്ട് ചെല്ലാൻ കഴിയും, അതിൻ്റെ തജ്വീദ് പാലിക്കാൻ കഴിയും. അത് ഹിഫ്ളുമാണ്. ഇന്ന് നാട്ടിൽ പല ഹിഫ്ള് കോളേജും ഉണ്ടാവും. അത് ഓരോണ്ട് കഴിഞ്ഞ് പുറത്തിറങ്ങി കഴിഞ്ഞ് പിന്നെ ചോദിച്ചാൽ ആ തലഭാഗവും കുറച്ചുണ്ടാവും, ഒടുക്കവും കുറച്ചുണ്ടാവും, നല്ല നടുക്കുണ്ടാവില്ല. അത് ആവാതിരിക്കാൻ എന്ത് ചെയ്യണം? അയാളത് നിരന്തരമായി പരിശീലിച്ചുകൊണ്ടേയിരിക്കണം. ഒരൊട്ടകത്തെ കെട്ടിയിട്ടതുപോലെയാണ് റസൂൽ പറഞ്ഞത്. കെട്ടിയിട്ടത് അഴിച്ചു വിട്ടാൽ മീന് പുറത്തേക്ക് പോകുന്ന പോലെ ഖുർആൻ പഠിക്കാനും മറക്കാനും എളുപ്പമാണ്. അപ്പൊ അങ്ങനെ ഒരാൾ വളരെ സുന്ദരമായി ഓതുന്നു. അതോടൊപ്പം തന്നെ അയാൾക്ക് വന്നു ചേരുന്ന കാര്യം എന്താ? അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, വഹുവ മാഹിറുൻ ബിഹി മഅ സഫറത്തിൽ കിറാമിൽ ബററ, അവർ അങ്ങേയറ്റത്തെ പുണ്യാത്മാക്കളും സർവ ആദരണീയരുമായ മലക്കുകളുടെ കൂട്ടത്തിലാണ് ഉണ്ടാവുക. അത്ര ദറജുണ്ട്. അപ്പം അതുകൊണ്ടാണ് പല ആളുകളും ആ ഖുർആന്റെ മേഖലകളിലേക്ക് വളരെ ശ്രദ്ധയൂന്നി അവിടെ ചേരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് അബസയിലെ 13 മുതൽ 16 വരെയുള്ള ആയത്തുകൾ പറഞ്ഞു. ഫീ സുഹഫിൻ മുകറമ മർഫൂഅത്തിൻ മുതഹറ ബി ഐദി സഫറ കിറാമിൻ ബററ എന്നൊക്കെ പറഞ്ഞു. ഇത്തരം ആളുകളെ പറ്റിയാണ് എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നതായി കാണാൻ പറ്റും. രണ്ടാമത്തേത്, വല്ലദീ യഖറഉൽ ഖുർആൻ, അയാൾ ഖുർആൻ ഓതുന്നുണ്ട്. എങ്ങനെ? യതതഅതു, വളരെ പ്രയാസപ്പെട്ടുകൊണ്ട്. വഹുവ അലൈഹി ഷാഖ്, അയാൾ അതിൻ്റെ മേൽ കുടുസായ അവസ്ഥയിലാണ്. എന്നാലും ഖുർആന്റെ മഹത്വവും അതുപോലെ തന്നെ അത് ഓതിയാൽ കിട്ടുന്ന പ്രതിഫലവും ഒക്കെ ആഗ്രഹിച്ചുകൊണ്ട് തന്നാൽ കഴിയുന്ന വിധത്തിൽ എന്ത് ചെയ്യുന്നു? പരമാവധി ശ്രദ്ധിച്ച് സൂക്ഷിച്ച് അത് ഓതിക്കൊണ്ടിരിക്കുകയും ചെയ്താൽ ലഹു അജ്റാനി, അയാൾക്ക് 2 കൂലിയുണ്ട്. നേരത്തെ പറഞ്ഞ ആളുടെ അത്ര പ്രതിഫലം ഇല്ലെങ്കിൽ പോലും, ചുരുക്കി പറഞ്ഞാൽ ഒന്നും വേസ്റ്റ് അല്ല. ഒരു ഇക്വേഷൻ അല്ലെങ്കിൽ ഒരു ഫോർമുല, ഒരു പട്ടിക, 8ന്റെ പട്ടികയൊക്കെ ചൊല്ലിപ്പടിക്കാൻ എത്ര പ്രയാസപ്പെട്ടിട്ടുണ്ടാവും, കഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ഒരു പോയം പഠിക്കാൻ ഹിന്ദിയിലാകട്ടെ ഇംഗ്ലീഷിലാകട്ടെ അതൊക്കെ പഠിച്ച് എല്ലാം കഴിഞ്ഞ് പരീക്ഷ പേപ്പർ ക്വസ്റ്റ്യൻ പേപ്പർ കൈ കിട്ടി നോക്കുമ്പോൾ ആ പദ്യവുമായി ഒരു ബന്ധവും ആ ക്വസ്റ്റ്യൻ പേപ്പറിലില്ല. പഠിച്ചത് എന്തായി?
വേസ്റ്റായി. എന്നാൽ ഖുർആൻ അങ്ങനെയല്ല. അതിന്റെ 28 അക്ഷരങ്ങൾക്ക് ഓർമ്മയോടുകൂടി ചേർക്കപ്പെട്ട അതിലൊരു ഹർഫ്, ഒരക്ഷരം ഓതിയാൽ പോലും കൂലി കിട്ടുകയും ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏതൊരു വിധത്തിലാണോ ഖുർആനുമായി ബന്ധപ്പെടാൻ കഴിയുന്നത് അവനവന്റെ കഴിവും പരമാവധി പരിധിയും ഒക്കെ വെച്ചുകൊണ്ട് അതിനോട് അടുക്കുകയും അതുവഴി നമുക്ക് കിട്ടേണ്ട പ്രതിഫലങ്ങൾ ഇരുലോകത്തും ലഭ്യമാകാൻ രൂപത്തിൽ അത് സ്വായത്തമാക്കുകയും കരസ്ഥമാക്കുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിന്റെ ആളുകളായി മാറാനുള്ള തൗഫീഖ് നമുക്ക് എവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ എല്ലാ അബദ്ധങ്ങളും അനർത്ഥവും തെറ്റും കുറ്റവും അള്ളാഹു പുറത്തു മാപ്പാക്കി തന്നു ഇരുലോകത്തും നമ്മെ അനുഗ്രഹിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവയ്ക്കൊക്കെ പകരമായി നന്മകൾ ചെയ്യാനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ടവർക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ. അവരുടെ ബർസഖയായ ജീവിതം അള്ളാഹു റാഹത്താക്കി കൊടുക്കട്ടെ. ജീവിച്ചിരിക്കുന്നവരിൽ ഈ സദസ്സിലും ആശുപത്രികളിലും വീടുകളിലുമൊക്കെ കഴിയുന്ന രോഗികളായ നമ്മുടെ സഹോദരി സഹോദരന്മാരും മറ്റവരും ബന്ധുക്കളുമായ ആളുകളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഷാഫിയായ റബ്ബ് അവർക്കൊക്കെയും ആജിലും കാമിലുമായ ഷിഫയും ആഫിയത്തും സമാധാനവും നൽകി അനുഗ്രഹിക്കട്ടെ. ശാരീരികമായ അവശതകൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾ അവനവന്റെ കാര്യങ്ങൾ നിർവഹിക്കുവാൻ ആവശ്യമായ സിഹ്ഹത്തും താഖത്തും ആഫിയത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. ഈമാനും ഇഖ്ലാസും തഖ്വയും ഖുശൂഉമുള്ള ജീവിതം നയിക്കുവാനും ജീവിതാന്ത്യം വരെ ആ ജീവിത വിശുദ്ധി കാത്തു സൂക്ഷിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. മരണസമയത്ത് അഫ്ദലുൽ ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ കാമിലായ ഈമാനോടുകൂടി പറഞ്ഞു കണ്ണടയ്ക്കാൻ ഭാഗ്യം ലഭിക്കുന്ന മുത്തഖീങ്ങളിൽ അള്ളാഹു നാം ഇവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഉപജീവനത്തിന്റെ എല്ലാ മേഖലകളിലും അള്ളാഹു പ്രവിശാലമായ അവന്റെ ഖൈറും ബറക്കത്തും വർഷിച്ച് നമ്മെ നമ്മുടെ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ. ദുആ കൊണ്ട് വസൂയത്ത് ചെയ്തവരുടെ നല്ല മുറാദുകൾ അള്ളാഹു ഹാസിലാക്കുകയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അള്ളാഹു അവരുടെയും നമ്മുടെയും എളുപ്പമാക്കി അവരെയും നമ്മയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. പാരത്രിക ലോകത്ത് ജന്നാത്തുൽ ഫിർദൗസിന്റെ ഉടമകളായ അമ്പിയാക്കളും മുർസലുകളും ഔലിയാക്കളും സലഫുസ്സാലികളും സുദ്ദീഖുകളും ശുഹദാക്കളുമുള്ള സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ സാധുക്കളായ നമ്മുടെ മാതാപിതാക്കൾക്കും നമുക്കും കൂട്ടുകുടുംബങ്ങൾക്കും സന്താന പരമ്പരകൾക്കും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ യഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين 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 برحمتك يا أرحم الراحمين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك السلام عليكم ورحمة الله وبركاته.